കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, ലൈഫ് ടൈം വാല്യൂ, ഇതൊക്കെ നമുക്കറിയാത്ത എന്തോ ഒരു സാധനമാണ്. ഇതിൽ ഡിഗ്രി ഉള്ള ഒരാൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഓല് പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഇങ്ങനത്തെ ഒരു ധാരണയിൽ എന്ത് ചെയ്യും, ഓല് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഇതിൽ എന്ത് ചെയ്യും, ഓല് സ്പെൻഡ് ചെയ്യും, ഫണ്ട് സ്പെൻഡ് ചെയ്യും. എന്നാൽ അതേ കച്ചവടക്കാരന് എവിടെന്നെങ്കിലും സാധനം വാങ്ങുമ്പോൾ എത്രക്ക കിട്ടുക, എത്രക്ക് കൊടുക്കാൻ പറ്റും, അപ്പൊ കണക്കൂട്ടി വെക്കുമ്പോ അത് ലാഭമാണ്, എന്നാ അത് കുറച്ച് വാങ്ങിക്കോ, ഇങ്ങനെ ഡിസിഷൻ എടുക്കും. പക്ഷെ അതേ ആള് മാർക്കറ്റിങ്ങിന്റെ ഭാഗത്ത് എത്തുമ്പോ ഇതില് നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും മാർക്കറ്റിങ്ങില് ഒരു ബിസിനസ്സുകാരെ മനസ്സിലാക്കേണ്ടത് വെച്ചാല് മാർക്കറ്റിങ്ങിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് കസ്റ്റമറെ വാങ്ങണം. നമ്മളൊരു പ്രൊഡക്റ്റ് പിന്നീട് വില കൂട്ടി വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന അതേപോലെ തന്നെ കസ്റ്റമറെ കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, മാർക്കറ്റിംഗ്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ആ കസ്റ്റമർ നമ്മളെ ബിസിനസ്സിൽ എത്ര രൂപേനെ മുതലുണ്ട് എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കുക. അതാണ് ആക്ച്വലി ലൈഫ് ടൈം വാല്യൂ. നമ്മളിപ്പോ ഒരു സാധനം എത്രക്ക് വിൽക്കാമെന്ന് ചിന്തിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ബിസിനസ്സിൽ ഒരു പുതിയ കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപേനെ മുതലുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ ആണ് ശരിക്കും LTV. അതേപോലെ തന്നെ ഈ കസ്റ്റമറിന് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് വാങ്ങുന്നു, എത്ര രൂപ വിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ എത്ര രൂപയ്ക്ക് ഒരു കസ്റ്റമറിന് കിട്ടും എന്നുള്ളതാണ് കസ്റ്റമർ കോസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഇത്ര സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ LTV കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയണില്ല എന്നുള്ളതാണ്. അപ്പൊ അതും സിമ്പിൾ മെത്തേഡാണ് ആക്ച്വലി. എത്ര പ്രോഫിറ്റ് ഓരോ ബില്ലിലും വരുന്നുണ്ട്, എത്ര വട്ടം ഒരു പുതിയ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് വാല്യൂ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ഒരു പൈസ കണക്ക്. എല്ലാ ബില്ലിലും ഒരു പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷെ ഒരു ആവറേജ് ഒരു ബില്ലില് നമ്മുടെ ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത് നോക്കുകയും ഒരു പുതിയ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എത്ര വട്ടം നമ്മുടെ അടുത്ത് നിന്ന് വീണ്ടും വീണ്ടും വാങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിച്ചാൽ കിട്ടുന്ന ഒരു പൈസ കണക്കുണ്ടാവും. അതാണ് ഒരു പുതിയ കസ്റ്റമറിന്റെ മുതല്. ആ പൈസക്കാണ് നമ്മൾ വിൽക്കുന്നത് ആ ഒരു കസ്റ്റമറിനെ. അപ്പൊ അതിന്റെ ഒരു 2-1 3-1 3-1 ഏറ്റവും മിനിമം പറയല് 3-1 3-1 പൈസക്ക് കസ്റ്റമറെ കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് ഡീലാണെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് പോകാം. അതല്ല ആ പൈസക്ക് നമുക്ക് കസ്റ്റമറെ കിട്ടണില്ല എന്ന് പറഞ്ഞ പോലെ, അതായത് ഒരു 100 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങുന്നു, ആ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ വിൽക്കുന്നത് 50 രൂപയ്ക്കാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ ഒരു മാർക്കറ്റിൽ ഇറക്കുമ്പോൾ സംഭവിക്കുക. അതായത് 100 രൂപയ്ക്ക് ഒരു കസ്റ്റമറെ കിട്ടുന്നുണ്ടാവും, പക്ഷെ ആ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് ആ കിട്ടുക 50 രൂപയ്ക്കാണ്. ഞാനൊരു കണക്ക് പറഞ്ഞാണ്. അപ്പൊ ഇത് സിമ്പിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം, മാർക്കറ്റിംഗിൽ ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷെ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുറെ ടെക്നിക്കൽ ടേം വരുന്ന സമയത്ത് ഇവര് പേടിച്ചിട്ട് അതെന്ത് ചെയ്യും, മൊത്തത്തില് ബ്ലൈൻഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.